ആരാ പറഞ്ഞത്? പറഞ്ഞതാണെന്ന് പറയൂ, ഞാൻ പോയി ചോദിക്കാം. എനിക്കറിയണം. നിങ്ങൾ ടെൻഷൻ ആവാതെ, നന്ദനെല്ലാം തുറന്നു പറഞ്ഞു. ഈശ്വര, എന്നെ നന്ദൻ. രജനി, മോളെ രജനി, രജനി, രജനി വിഷമിക്കാതെ. മോളെ നീ എന്താ അകത്തേക്ക് വരാത്തത്? അച്ഛനെന്ത് പറഞ്ഞു? മാധവന് ഞാനും ഒരുപാട് സംസാരിച്ചു. മോള് ധൈര്യമായിട്ടിരിക്കും. വൈകാതെ തന്നെ ആരോഗ്യം പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും. അല്ല, ദേവിക എവിടെ? ഡോക്ടർ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാ. ആ, ഞാൻ വിളിച്ചോളാം. ശരി. അങ്കിൾ, അങ്കിളിനോട് ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. 2 മിനിറ്റ് ആക്കണ്ട, 5-10 മിനിറ്റ് തന്നെ സംസാരിക്കാം. എന്താ? എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാ സംസാരിക്കാനുള്ള. സാധാരണ ചേച്ചിമാരാണ് അനിയത്തിമാർക്ക് വേണ്ടി സംസാരിക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. മോള് പറ. അങ്കിളിന് അറിയായിരിക്കുമല്ലോ, നല്ല കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ചെറുപ്പം. വീട്ടിലെ ബുദ്ധിമുട്ടുകളിലൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു. പിന്നെ ചേച്ചി എന്നെ ശാസിക്കും. ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ സഹിക്കാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ ചേച്ചിയോട് അന്നേ എനിക്ക് ആരാധനയായിരുന്നു. നന്ദേട്ടനുമായി ചേച്ചി പ്രേമത്തിലാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ വീട്ടിലെല്ലാവർക്കും പേടിയായിരുന്നു. ചന്ദ്രൂത്ത് കുടുംബം, MLA-യുടെ മകൻ. പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു. ചേച്ചിക്ക് ഐശ്വര്യമുള്ള ഒരു ജീവിതം കിട്ടുമല്ലോ, വീട്ടിലെ കഷ്ടപ്പാടിൽ നിന്ന് ചേച്ചിയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നോർത്തു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു, ചേച്ചി കാണിച്ച ഏറ്റവും വലിയ ബുദ്ധിമോശാ നന്ദേട്ടനുമായിട്ടുള്ള കല്യാണം. ഞങ്ങളുടെ നിലയിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ നേരേണ്ടി വരില്ലായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് അങ്കിളിനും അറിയാം. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ കയറാൻ ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകൾ അങ്കിളിന് ഓർമ്മയുണ്ടല്ലോ. മറ്റൊരാളുടെ ഭാര്യയായിട്ട് അഭിനയിച്ച് ജീവിക്കേണ്ട ഗതികേട് വരെ എന്റെ ചേച്ചിക്ക് വന്നില്ലേ. എന്നിട്ട് അവസാനം ചന്ദ്രോത്ത് എത്തിയപ്പോ ഓരോ ദിവസവും പ്രഭ ആന്റി ചേച്ചിയെ തീറ്റിച്ചില്ലേ. മീരയെ നന്ദേട്ടൻ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ചേച്ചി ഒഴിഞ്ഞു പോണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലേ. എത്ര ദിവസം പറഞ്ഞാലാണ് ചേച്ചി കുടിച്ച കണ്ണീരിന്റെ കഥകൾ അവസാനിക്കുക? മീരയുടെ മരണത്തിന്റെ കുറ്റക്കാരി ചേച്ചിയായി. ചേച്ചി MLA മത്സരിച്ചതിന് എന്തൊക്കെ ആക്ഷേപങ്ങളാ പ്രഭ ആന്റി രജനി ചേച്ചിയും കൂടി പറഞ്ഞത്. ജയിച്ചതും കുറ്റമായിരുന്നു. അവസാനം മനസ്സമാധാനം കെടുത്താൻ ഒരു ഇസബെല്ലെ വന്നു കയറി. ഇപ്പൊ ഇതാ ഋഷിയുടെ കൊലപാതക കുറ്റമായി നന്ദേട്ടന് നിൽക്കുന്നു. അതിന്റെ ആരോപണങ്ങളും കറങ്ങി തിരിഞ്ഞ് ഇനി ചേച്ചിയുടെ തലയിൽ തന്നെ വരും അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ദേവായങ്കൾ, ഈ കേസിൽ ചേച്ചിയെ വലിച്ചിഴക്കരുത്. അതവിടെ ചന്ദ്രോത്ത് തന്നെ പറഞ്ഞവസാനിപ്പിക്കണം. നിങ്ങൾ എല്ലാരും കൂടി കൈകാര്യം ചെയ്ത് എന്താണെന്ന് വെച്ചാ ചെയ്യണം. നന്ദേട്ടൻ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോ മുതല് ചേച്ചി ആകെ വിഷമിച്ച് നിൽക്കുക. പ്ലീസ് അങ്കിൾ, ചേച്ചി ഒന്ന് വെറുതെ വിടണം. ഷാരി, എന്തൊക്കെയാ നീ
പറയുന്നേ? എന്താ അച്ഛാ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ശാരിക കുറച്ച് വീട്ടുകാര്യം പറഞ്ഞതാ. എന്നെ വെറുതെ വിടണമെന്നൊക്കെ ശാരി പറയുന്ന കേട്ടു. അതെ, ചേച്ചി ഇനിയും ചവിട്ടി തേക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ചേച്ചിയുടെ അഭിമാനം അങ്ങനെ അടിയറ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. കരഞ്ഞതൊക്കെ മതി. നന്ദേട്ടന്റെ കേസ് ചന്ദ്രോത്ത് നിൽക്കണം. ശാരി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടരുത്. ഇത് ആവശ്യമുള്ള കാര്യ. ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടാത്തോണ്ടാ ചേച്ചി ഇപ്പൊ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നേ. അങ്കിൾ, ദയവിത് ഈ കേസിൽ നിന്ന് എന്റെ ചേച്ചി ഒഴിവാക്കണം. ആരോടാ നീ സംസാരിക്കുന്നെന്ന് അറിയോ? അറിയാം. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോടാ ഞാൻ സംസാരിക്കുന്നത്. അങ്കിളിനോടുള്ള സകല ബഹുമാനത്തോടും തന്നെയാ ഞാനൊക്കെ പറഞ്ഞത്. പറഞ്ഞത് തന്നെയാ. ദേവിക, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനൊരു അനിയത്തി കിട്ടിയത് ദേവികയുടെ ഭാഗ്യ. ചാരിക ചോദിച്ച ചോദ്യങ്ങളിലോ പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നുപോലും ശരിയല്ലാത്തതില്ല. ഒക്കെ ശരിയാ. ദേവിക അനുഭവിച്ച പ്രയാസങ്ങളിലൊക്കെ കുറച്ച് എൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും കാരണമായിട്ടുണ്ട്. കൃത്യമായ സമയത്ത് പലപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാനത് സമ്മതിക്കുന്നു. അയ്യോ, അച്ഛൻ അങ്ങനൊന്നും പറയല്ലേ. മോള് വിഷമിക്കണ്ട. ഞാൻ സത്യം പറയുന്നത്. ശാരികെ, എന്തായാലും നന്ദന്റെ ഈ കേസ്, ഋഷി കേസ്, അത് ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ച് കൃത്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. ഞാൻ നമ്മുടെ ഹരിയേട്ടനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ജഡ്ജിയാ. നിയമപരമായി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് തന്നെ തീരുമാനിക്കാം. ഈ കേസിന്റെ ഭാരം ദേവികയുടെ തലയിൽ വെച്ച് കൊടുക്കില്ല. പോരെ? ശരി, ഞാനെന്നാ പോട്ടെ. അങ്കിൾ, ഞാൻ പറഞ്ഞത് പോസിറ്റീവായി എടുത്തിട്ടുള്ളൂ. ശരിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രായവ്യത്യാസം തടസ്സമാവില്ലെന്ന് ശാരിക തെളിയിച്ചു. പുതിയ തലമുറയുടെ ഗുണങ്ങളാ. പിന്നെ മോൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. കുടുംബ ബന്ധത്തിന്റെ സങ്കീർണതകൾ. അവിടെ കരച്ചിലും ചിരിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അത് നേരിടാനും പരിഹരിക്കാനും ഭാര്യയും ഭർത്താവും കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കൂടി ചേർന്നതാ ജീവിതം. ശാരി, നിനക്കത് എന്തിന്റെ കേടാ? ഇനി ചേച്ചിയൊന്നും അനുഭവിക്കരുത്, അത്രേ എനിക്കുള്ളൂ. എനിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്ന കെവനെ. ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ അവൻ. എന്തായാലും നമ്മളെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. നമ്മളെ ചതിക്കില്ല എന്നും അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിശ്വസിക്കാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൂടെ ഉണ്ടായിരുന്നെന്നോ നീയും DVSP സാറും തമ്മിലുള്ള ബന്ധമൊന്നും അവൻ പറയില്ല. എടാ, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ സംഭവത്തോടുകൂടി ദേവിക നന്ദനുമായിട്ട് കൂടുതൽ അടുക്കും.
സ്വന്തം വീട്ടിൽ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയ അതിൽ നിന്നൊരു സഹതാപം എല്ലാവർക്കും വരും, പ്രത്യേകിച്ചും ഭാര്യയ്ക്ക്. ഒരുപക്ഷെ ഇതോടെ ദേവിക നന്ദനോടൊപ്പം ഇറങ്ങിപ്പോവും. അതൊന്നും അത്ര എളുപ്പം സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. എടാ, ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് ഇനി അതും കൂടി നടക്കാനാണോ ബുദ്ധിമുട്ട്? ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ അവൻ ചെയ്തു വെച്ച ഈ പണിക്ക് ഞാനായിട്ട് തിരിച്ചൊന്ന് കൊടുക്കും. ദേവിയുമായിട്ട് അവൻ അടുത്ത തീർക്കും ഞാൻ രണ്ടിനെയും. അങ്ങനൊന്നും സംഭവിക്കില്ല ബല. നോക്കിക്കോ, അവര് കൂടുതൽ അകലുമായിരിക്കും ചെയ്യുന്നത്. അവനൊരു കൊലയാളിയാണെന്നറിഞ്ഞാൽ അവൾ ജീവനും കൊണ്ട് ഓടും. ചിലപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിയമപരമായിട്ട് വേർപിരിയും. MLA അല്ലേ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് കൂടെ നിന്നാ അവൾക്ക് പണി കിട്ടുമെന്ന് അറിയാം. അങ്ങനെയും വരാം അല്ലേ? പിന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ കാരണം മറ്റുള്ളവർക്കല്ലേ ബുദ്ധിമുട്ട്. മാധവേട്ടാ, എനിക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ആഹാരം കഴിച്ചോ? ഇല്ല. ദേ, ഈ ഗുളിക ആഹാരം കഴിച്ചിട്ട് കൊടുക്കണേ. ഓ, എനിക്ക് എന്നാ ഇവിടുന്ന് പോകാൻ പറ്റുക? അതൊക്കെ ഡോക്ടർ പറയും. ശരി. പോകാറാവുമ്പോ ഡോക്ടർ പറയില്ലേ മാധവേട്ടാ? എന്തിനാ ഇത്ര ധൃതി? എത്രയും പെട്ടെന്ന് നന്ദനെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. എന്തിന്? ഇനിയും തല്ലുകൊള്ളാനോ? പറഞ്ഞില്ലേ ഞാൻ, നന്ദൻ അറിയാതെ സംഭവിച്ചതാ. 100% ഉറപ്പാ. അവൻ എന്നെ രക്ഷിക്കാനേ നോക്കുള്ളൂ. ദേവിയായിട്ടുള്ള പിണക്കമൊക്കെ മാറി അവർ ഒരുമിച്ചാൽ മതിയായിരുന്നു. നന്ദനൊന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കായിരുന്നു. ഇനി അങ്ങനെ നമ്മളായിട്ട് കാല് പിടിക്കാനോ ഒന്നിപ്പിക്കാനോ ഒന്നും പോകണ്ട മാധവേട്ടാ. ഏച്ചു കെട്ടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതല്ലല്ലോ ബന്ധങ്ങൾ. അവരൊന്നിക്കേണ്ടെന്ന് തന്നെയായിരിക്കും ഈശ്വര നിശ്ചയവും. രാധിക, അതുകൊണ്ടല്ലേ കാര്യങ്ങൾ സംസാരിക്കാൻ ചന്ദ്രത്തേക്ക് പോയ മാധവേട്ടന് ഇങ്ങനൊരവസ്ഥ വന്നത്. മക്കളുടെ സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം കാണാൻ നമുക്ക് വിധിയില്ല. അങ്ങനങ്ങ് കരുതാം. ശാരിയയ്ക്കാണെ നല്ലൊരാലോചന വന്നത്. അതവള് പുറംകാല് കൊണ്ട് തട്ടിമാറ്റി. എന്നിട്ട് തോന്നിയതുപോലെ നടക്കുന്നു. ദേവിയാണ് ഇങ്ങനെ. എല്ലാം വരുന്നത് പോലെ ഒന്ന് മനസ്സിലുറപ്പിച്ച് ജീവിക്കാം. അപ്പൊ പിന്നെ വിഷമിക്കേണ്ടി വരില്ലല്ലോ. നീ വിഷമിക്കാതെ രാധിക. നമ്മുടെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം ഉണ്ടാവും. ഞാൻ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ. നന്ദിനെ ദേവിയെ ഒരുമിച്ചിരുത്തി സംസാരിക്കണം. ദേവിയും ശാരിക എവിടെ? അവര് പുറത്തുണ്ട്. ഗിരീഷ് വന്നിട്ടുണ്ടല്ലോ. അവര് തമ്മിൽ സംസാരിക്കുക. നന്ദനിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ ഒരാളറിയാലോ. അടുത്തിനി എന്ത് വേണമെന്ന് ഉടനെ തീരുമാനിക്കണം. അതിനിടയിൽ ആരിൽ നിന്നും ഈ വാർത്ത പുറത്തു പോകാനും പാടില്ല. തൽക്കാലം പറയണ്ടെന്ന് കരുതിയതാണെങ്കിലും രജനിയോടും പറയേണ്ടി വന്നു. രജനി ചേച്ചിയും കാര്യങ്ങൾ അറിയണം. എന്തായാലും ഇനിയൊരു ജാഗ്രത വേണം. അറിയാലോ, ദേവിക MLA. ഇത്തരം ഒരു കേസിനെ കുറിച്ച് അറിവ് കിട്ടിയ അടുത്ത നിമിഷം പോലീസിൽ അറിയിക്കേണ്ടതാ. പക്ഷേ ചില സാഹചര്യ നിമിത്തം നമുക്കത് പെട്ടെന്ന് സാധിച്ചില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഇതധികം സംസാരിക്കരുത്. അതെ, ഭാർഗവി ആന്റിയും മറ്റും അറിഞ്ഞാ ഇത് ലോകം മുഴുവനും അറിയും. അത് പേടിച്ച് മുരളേട്ടനോട് പോലും ഒന്നും പറയാൻ പറ്റുന്നില്ല. സമയം പോലെ മുരളേട്ടനോടെല്ലാം പറയണം. നന്ദൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താലും ഒളിപ്പിച്ചു വെച്ചത് പുറത്തറിഞ്ഞ നീ
ദേവികയായിരിക്കും അത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ചേച്ചി എങ്ങനെയാ ബാധിക്കുന്നേ? ചേച്ചി അതിനെന്ത് ചെയ്തു? ദേവിക എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു MLA ആണെന്നതിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഗിരീഷേട്ടാ, അച്ഛൻ ഹരിയങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. ഓ, അവര് തീരുമാനിക്കുന്നത് എന്തായാലും അതങ്ങ് അംഗീകരിക്കാം. അതെ, സിദ്ധാർത്ഥൻ സാറും ഹരി അങ്കിളും ഒക്കെ കൂടി തീരുമാനിക്കട്ടെ. ഇതിന്ന് എങ്ങനെങ്കിലും എന്റെ ചേച്ചി ഒന്ന് കരകയറ്റി തരണേ ഗിരീഷേട്ടാ. മുരളേട്ടൻ വരുന്നു. എന്താ ഇവിടെ സീരിയസ് ആയിട്ടൊരു ആലോചന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗിരീഷേട്ടാ? ഏയ് ഒന്നുമില്ല. മുരളേട്ടൻ കഷ്ടപ്പെട്ട് ഫുഡ് കൊണ്ടുവരണ്ടായിരുന്നല്ലോ. എന്താ ഞാൻ കൊണ്ടുവന്നാല്? ഇതേ ഭാർഗവ്യമ്മയുടെ തീരുമാനമാ. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് വരെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. അല്ല, മാധവനങ്ങൾ ഉറങ്ങാണോ? അല്ല, മുരളി വാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ അന്വേഷിച്ചു വരികയായിരുന്നു. മാഡം, ഫാദറിനെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. ഫങ്ഷൻസ് ഒക്കെ നോർമലാ, ഹെൽത്തും ഓക്കെ, BP ഒക്കെ നോർമലാ. മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അതിന്റെ വിവരങ്ങൾ കുറിച്ച് തരാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശരി. ചന്ദ്രമതിയായിരുന്നോ? ഞാൻ വിചാരിച്ചു. വാ ചന്ദ്ര. പ്രഭ മറ്റാരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ? ആര് വന്നെന്നാ വിചാരിച്ച്? ആ ഇസബല്ല പോയിട്ട് കുറച്ചു നേരമേ ആയുള്ളൂ. എന്തെങ്കിലും മറന്നു വെച്ചിട്ടോ മറ്റോ തിരിച്ചു വന്നാണെന്ന് കരുതി. അവൾ ഇവിടെ വന്നോ? എന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയേ? നന്ദനെ കാണാൻ. എന്നിട്ട് കണ്ടോ? തല്ലേണ്ടതേ നിന്നെയാ. അവളെ എന്തിനാ ഈ വീട്ടിലോട്ട് കയറ്റിയേ? നന്ദന്റെ ജീവിതം തകർത്തത് ആ ദുഷ്ടയാ. നീയേ ഒരു കാര്യം ചെയ്, ഇനി വന്നാ തിരിച്ചയക്കണ്ട, ഇവിടെ അങ്ങ് കയറ്റി താമസിപ്പിച്ചോ. ചന്ദ്രമതി, നന്ദനും ഇസബല്ലയും തമ്മിൽ ഫ്രണ്ട്സാ, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്? ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഫ്രണ്ട്സിനെ. അതുമല്ല, നമുക്കും ഇല്ലേ കുറെ പരിചയക്കാര്. അവർക്കൊപ്പം ഹോട്ടൽ മുറിയിൽ ചെന്നിരുന്നിട്ടാണോ നമ്മള് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത്? പറ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നന്ദനും ഇസബല്ലയും ഹോട്ടലിൽ ഒരു റൂമിൽ ഇരിക്കുന്നെ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ നന്ദൻ എന്നെ അവഹേളിച്ചതൊക്കെ നിനക്കറിയില്ലേ? ദേവിക അവര് രണ്ടിനെയും കൈയോടെ പിടിച്ചതല്ലേ ഒരു ഹോം സ്റ്റേന്ന്. എന്നിട്ട് നീ പറയുന്നു അവര് ഫ്രണ്ട്സ് ആണെന്ന്. അവള് ഫ്രണ്ടല്ല, ഫ്രോഡാ. ഞാനിവിടെ വേണമായിരുന്നു, വാട്ടവും പലിശയും ചേർത്ത് കൊടുക്കുമായിരുന്നു. ചന്ദ്രമതി, നിലവിട്ട് നിൽക്കാൻ ഞാൻ. ആരാ നല്ലത്, ആരാ കുഴപ്പക്കാരെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇസബല്ലയ്ക്ക് നന്ദന്റെ കാര്യങ്ങൾ പലതും അറിയാം. ആപത്തിൽ നന്ദനെ രക്ഷിച്ചവളാ. അവൾ ഇവിടെ വന്നാ ഇങ്ങോട്ട് കയറണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവള് നന്ദനെ എങ്ങനെ രക്ഷിച്ചു? രക്ഷിച്ചാലും ചതിച്ചാലും നിനക്കത് തിരിച്ചറിയാൻ പറ്റില്ലല്ലേ? നന്ദന്റെ കൈകൊണ്ട് ഋഷി അപായപ്പെട്ടതിന് ശേഷം കേസാകുന്നുള്ള സമയത്ത് ഇസബല്ലയും കെവിനും അവനെ സപ്പോർട്ട് ചെയ്തു. അതല്ലേ നീ പറഞ്ഞ ഈ രക്ഷിക്കല്? യഥാർത്ഥ ഫ്രണ്ട്സ് ആണെങ്കിൽ ആദ്യം അവര് വീട്ടിൽ വന്ന് നിങ്ങളോടും കൂടി ആലോചിക്കുമായിരുന്നു. ദേവികയെ അറിയിക്കും. ഇസബല്ലയും കെവിനും നന്ദനും കൂടി ചേർന്ന് എല്ലാം മൂടി വെച്ചു. നീയും അതിന് കൂട്ടുനിന്നു.
അവസാനം എല്ലാ അലങ്കോലമായി ചന്ദ്രോത്ത് സ്വസ്ഥതയില്ലാതായി ദേവിക ഇറങ്ങി പോവുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ദേവികയെ നീ ആദ്യമേ അറിയിക്കണമായിരുന്നു. എങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എത്തില്ലായിരുന്നു. അതെങ്ങനെയാ? എല്ലാം മൂടി വെച്ചു. ആന്റി എപ്പോ വന്നു? ദേ ഇപ്പൊ വന്നേ ഉള്ളു മോളെ. നിന്നെക്കുറിച്ച് ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്നെ. ആശുപത്രിയിൽ എങ്ങനെയുണ്ട് മോളെ? നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞേ. അച്ഛനെ കണ്ട് അതൊന്ന് പറയാൻ കൂടിയാ വന്നത്. അച്ഛനില്ലേ അമ്മേ? ഇല്ല മോളെ, പുറത്തു പോയിരിക്കുക. ആരെയോ കാണണമെന്നും പറഞ്ഞു. എന്തായാലും മോളെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയല്ലോ. സത്യത്തില് നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാ തോന്നുന്നത്. ദേവിക, എങ്ങനെ നന്ദനെ രക്ഷിക്കണം?